മൊഡ്യൂൾ 3. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനാണ് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ. അതുപോലെ ഒരു വെക്റ്റർ തന്നിട്ട് അതിൻ്റെ ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു വെക്റ്റർ ഇങ്ങനെയാണ് തന്നേക്കുന്നത്, v=v1 v2 എക്സെട്ര vn ആണെങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ ലെങ്ത്ത്. നോം v എങ്ങനെ കാണുക, √v1² + v2² + എക്സെട്ര vn². എപ്പോഴും നോം v1, നോമിനെയാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. നോം v1 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും നോം v ≥ 0 ആയിരിക്കും. കാരണം എന്താ, ലെങ്ത്ത് എപ്പോഴും >0 ആയിരിക്കും. ഈ നോം v 0 ആണെങ്കിൽ അതിനർത്ഥം p 0 ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലെങ്ത് ഓഫ് v = 0, -2, 1, 4, -2 in r⁵. അപ്പോൾ നോം v എങ്ങനെ കാണാം, √0² + -2² + 1² + 4² + -2². അപ്പോൾ √25 എന്ന് കിട്ടി. √25യുടെ വാല്യൂ 5. ആക്ച്വലി +or-5 വരേണ്ടതാണ്, പക്ഷേ ഇവിടെ ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ടാണ് അതില്ലാത്തത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് v = 2/√17 -2/√17 3/√17. അപ്പോൾ നോം v എങ്ങനെ കാണുക, √4/17, അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരും, 4/17, -2നെയും സ്ക്വയർ ചെയ്യുമ്പോൾ 4/17, 3/√17 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 9/17. അപ്പോൾ എന്ത് വന്നു, √17/17 = 1. ലെങ്ത് ഓഫ് എ സ്കേലാർ വെക്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നോം ഓഫ് സി വി എന്ന് പറയുന്നത് mod c × നോം v. അതൊന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് യൂണിറ്റ് വെക്റ്ററിനെ കണ്ടുപിടിക്കാനുള്ളത്. യൂണിറ്റ് വെക്റ്ററിനെ എങ്ങനെ കണ്ടുപിടിക്കുക, u = v/നോം v. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് v = 3, -1, 2 ആൻഡ് വെരിഫൈ ദാറ്റ് ദിസ് വെക്റ്റർ ഹാസ് ലെങ്ത് 1. ഇവർ പറയുന്നത് ആദ്യം നമ്മളോട് അതിനെ യൂണിറ്റ് വെക്റ്റർ ആക്കാൻ പറയുന്നു, പിന്നെ എന്ത് പറയുന്നു, ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ ലെങ്ത് 1 തന്നെയല്ലേ എന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ u = v/നോം v. നോം v എന്ന് പറയുമ്പോൾ √9 + 1 + 4, അതെത്രയാ, √14. അപ്പോൾ 3/√14 -1/√14 2/√14 എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഈ സംഭവം നോം 1 അല്ലേ, ഇപ്പോൾ കിട്ടിയത് നോം 1 അല്ലേ എന്ന് കൺഫേം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നോം u = √9/14 + 1/14 + 4/14, അത് 1 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വെക്റ്റർ v = 4, 3. അപ്പോൾ നോം v = √16 + 9, അത് എത്രയാണ്, √25. √25യുടെ വാല്യൂ 5. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ, v = 5 -3 -4. അതും നോം v = √25 + 9 + 16 √50. അത്ര എഴുതിയാൽ മതി. ഫൈൻഡ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ, നോം u, നോം v, നോം ഓഫ് u + v. ഫസ്റ്റ് u + v എങ്ങനെ കാണുക, ആ ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് യുവിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് വിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്, യുവിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് പ്ലസ് വിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ്. അപ്പോൾ u + v എന്ത് കിട്ടും, 3 1/8. അപ്പോൾ നോം u നമുക്കറിയാലോ എങ്ങനെ കാണണം, √-1ൻ്റെ സ്ക്വയർ 1 + 1/4ൻ്റെ സ്ക്വയർ 1/16. അപ്പോൾ അത് ചെയ്യുമ്പോൾ √17/16 എന്ന് കിട്ടും. നോം v ചെയ്യുമ്പോൾ √16 + 1/64, അതെന്ത് കിട്ടും, √81/64. അടുത്ത ക്വസ്റ്റ്യൻ, u = 313, v = 0 - 1 1. അപ്പോൾ നോം u = √9 + 1 + 9 √19. നോം v = √1 + 1. റൂട്ടിൻ്റെ ഉള്ളിൽ 2 എഴുതണം. ഞാൻ റൂട്ട് നോട്ടിൽ എഴുതിയിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. u + v എന്താ വരിക, 3 0 3 + 1 4 √9 + 16 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ. അതിൽ ഇൻ ഡയറക്ഷൻ ഓഫ് യു, അടുത്തത് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് യു. വെരിഫൈ ദാറ്റ് ഈച്ച് വെക്റ്റർ ഹാസ് ലെങ്ത് 1.
ആദ്യം പറഞ്ഞു അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഉള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ, രണ്ടാമത് പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്റ്ററിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താ കിട്ടിയത്? വി, അതായത് നമുക്ക് യൂണിറ്റ് വെക്റ്റർ എങ്ങനെയാണ് കാണേണ്ടത്? യു ഈക്വൽ ടു വി ബൈ നോർമൽ വി. അത് ചെയ്യുമ്പോൾ എന്ത് വരും? -512/√5² + 12², അത് 13 ആണ്. നോർമൽ വി കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? ഇതിപ്പോൾ സെയിം ഡയറക്ഷനിലാണ് കിട്ടിയേക്കണത്. ഇതിൻ്റെ നോർമ് 1 തന്നെയല്ലേന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർം ഓഫ് വി ഈക്വൽ ടു √25/169 + 144/169, അത് 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ വെക്റ്ററിനൊരു പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -5ൻ്റെ നെഗറ്റീവ് 5, 12ൻ്റെ നെഗറ്റീവ് -12, അപ്പോൾ 5/13 - 12/13 1 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, u ഈക്വൽ ടു 32 - 5. അപ്പോൾ v ഈക്വൽ ടു u ബൈ നോം u എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 32 - 5 ഡിവൈഡഡ് ബൈ √9 + 4 + 25, അത് 1/√38, 32 - 5 എന്ന് കിട്ടി. അത് കുഴപ്പമില്ല. ഇതൊക്കെ ഒന്നും കൂടി കൺഫേം ചെയ്യാണ്. നോം വി ഈക്വൽ ടു √9/38 + 4/38 + 25/38, അതും 1 ആണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ വെക്റ്ററിനൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതേ ടൈപ്പ് സംഭവം അല്ല അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഫൈൻഡ് എ വെക്റ്റർ വിത്ത് ഗിവൺ ലെങ്ത് ആൻഡ് സെയിം ഡയറക്ഷൻ ആസ് യു. ലെങ്ത്തൊക്കെ അതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണത്? പിന്നെന്താ നമ്മളുടെ ചോദ്യം? ഫൈൻഡ് എ വെക്റ്റർ വി വിത്ത് ഗിവൺ ലെങ്ത് ആൻഡ് സെയിം ഡയറക്ഷൻ ഓഫ് യു. അപ്പോൾ ഇവിടെ യു ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഈ 1, 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണ ആളുടെ ലെങ്ത്ത് 4 ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനെ യൂണിറ്റ് വെക്റ്റർ ആക്കുക. നോമ്, അതായത് ഇതിൻ്റെ നോമ് √2 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ √2 ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആൾ യൂണിറ്റ് വെക്റ്ററാണ്, അതായത് ലെങ്ത്ത് 1 ഉള്ള ഒരു വെക്റ്ററാണ്. ഇത് നമുക്ക് 4 ലെങ്ത്ത് ഉള്ള വെക്റ്റർ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഈ കിട്ടിയ ആളേനെ × 4 ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് വേണേലും കൺസ്ട്രക്ട് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ ഇവർ ഏത് ലെങ്ത്ത് പറയുകയാണെങ്കിലും അതങ്ങനെ എന്ത് ചെയ്താൽ മതി? നമ്മൾ യൂണിറ്റ് വെക്റ്റർ ആക്കുക × 4. അടുത്ത് കണ്ടോ, 5 ലെങ്ത്ത് ഉള്ള വെക്റ്റർ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആക്കുക × 5, അത്രയാണ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യനും നേരത്തെ കണ്ട ക്വസ്റ്റ്യനും തമ്മിൽ ഇനി വ്യത്യാസമുണ്ട്. ഇനി കാണാൻ പോണ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ വെക്റ്റർ വി ഈക്വൽ ടു -1, 3, 0, 4. ഫൈൻഡ് യു. അതിന് യു ഹാസ് സെയിം ഡയറക്ഷൻ ഓഫ് വി. പിന്നെ എന്താ പറഞ്ഞേക്കണേ? 1/2 ഓഫ് ഇറ്റ്സ് ലെങ്ത്ത്. ഇപ്പോൾ ഇവിടെ പറയണത് 1/2, ഈ വെക്റ്ററിൻ്റെ 1/2 ലെങ്ത്താണ് വേണ്ടത്. മറ്റേത് പറഞ്ഞത് മൊത്തത്തിലുള്ള ലെങ്ത്ത് 5 ആക്കണമെന്ന്. ഇപ്പോൾ പറയണത് നമ്മുടെ വെക്റ്ററിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ 1/2 ടൈംസ് ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, v/2 ചെയ്താൽ മതി. ഇതിന് യൂണിറ്റ് വെക്റ്റർ ആക്കേണ്ട ആവശ്യമില്ല. മൊത്തം 1/2 ലെങ്ത്ത് ആക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്, ഉള്ള വെക്റ്ററിൻ്റെ 1/2 ടൈംസ്. യു ഹാസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് വി ആൻഡ് ട്വൈസ് ഇറ്റ്സ് ലെങ്ത്ത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ട്വൈസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ള ഒരു ഭാഗമാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. കറസ്പോണ്ടിങ് u1 v1 + u2 v2 + എക്സെട്ര un vn. u ഈക്വൽ ടു u1 u2 എക്സെട്ര un ഉണ്ടാവും. v ഈക്വൽ ടു v1 v2 എക്സെട്ര vn ഉണ്ടാവും. അപ്പോൾ u ഡോട്ട് v എന്ന് പറയുമ്പോൾ u1 v1 + u2 v2 + എക്സെട്ര un vn കാണാം. അപ്പോൾ ഇവിടെ എന്താ വരിക? 1 × 3 + 2 × -2 + 0 × 4 + -3 × 2. അപ്പോൾ എന്താ കിട്ടുക? 3 - 4 - 6 -7 കിട്ടും.
ഈ ഡോട്ട് പ്രോഡക്റ്റിന് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. യു ഡോട്ട് വി എന്ന് പറയുന്നതും വി ഡോട്ട് യു എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് യു ഡോട്ട് വി പ്ലസ് യു ഡോട്ട് ഡബ്ല്യു ആയിരിക്കും. സി ഇൻറ്റു യു ഡോട്ട് വി എന്ന് പറയുന്നത് സി യു ഡോട്ട് വി എന്ന് എഴുതാം, യു ഡോട്ട് സി വി എന്ന് എഴുതാം. വി ഡോട്ട് വി എന്ന് പറയുന്നത് നോം ഓഫ് വി സ്ക്വയർ ആണ്. വി ഡോട്ട് വി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. വി ഡോട്ട് വി 0 ആവുമ്പോൾ എപ്പോൾ മാത്രമാണ് വി ഡോട്ട് വി 0 ആവുക? വി 0 ആയാൽ മാത്രമാണ് വി ഡോട്ട് വി 0 ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് യു ഈക്വൽ ടു 2 - 2, വി ഈക്വൽ ടു 5 8 ആണ് തന്നിട്ടുള്ളത്, ഡബ്ല്യു ഈക്വൽ ടു -4 3. ഫൈൻഡ് ഈച്ച് ക്വാണ്ടിറ്റി. ഫസ്റ്റ് പറഞ്ഞേക്കണ യു ഡോട്ട് വി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 2 - 2 ഡോട്ട് 5 8. അപ്പോൾ ആദ്യത്തേൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 × 5 - 2 × 8. ആക്ച്വലി അവിടെ പ്ലസ് ആണ് വരുന്നത്. അത് ഒരു ടേമിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മൈനസ് എഴുതിയേക്കുന്നത്. 10 - 16 = -6. അടുത്തത് എന്താ പറഞ്ഞേ? ഈ യു ഡോട്ട് വി എന്ന് പറയുമ്പോൾ ഒരു വെക്റ്ററല്ല കിട്ടുക, പകരം എന്താണ് കിട്ടുക? ഒരു നമ്പറാണ് കിട്ടുക. യു ഡോട്ട് വി ഇൻറ്റു ഡബ്ല്യു. യു ഡോട്ട് വി മീൻസ് ഒരു നമ്പർ, അതാണ് -6 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഡബ്ല്യു എന്താ? -4 3. അപ്പോൾ 24 - 18 കിട്ടി. ഇനി അടുത്തത് എന്താ? യു ഡോട്ട് 2v. 2v നമുക്കറിയാം എന്താ? 10 16. കാരണം വി എന്ന് പറയുന്നത് 5 8 ആണ്, അതിന് ഒരു × 2 ചെയ്ത് കഴിഞ്ഞാൽ 10 16. യു എന്ന് പറയുന്നത് 2 - 2, അത് ഡോട്ട് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 - 32 - 12. ഇനി നോം ഓഫ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു. അപ്പോൾ -4 3 ഡോട്ട് -4 3. അപ്പോൾ എന്ത് കിട്ടും? 16 + 9 = 25 എന്ന് കിട്ടും. വി -2w. ഡബ്ല്യു എന്താ നമ്മുടെ? ഡബ്ല്യു -4 3 ആയിരുന്നു. ഇൻറ്റു 2 ചെയ്യുമ്പോൾ -8 6 എന്ന് വരും. വി എന്താ സംഭവം? വി 5 8 ആണ്. അപ്പോൾ 5 8 -8 6. 5 - 8 5 + 8 13. 8 - 6 2. ഇനി യു ഡോട്ട് വി -2w. യു ആയിട്ട് 2 - 2 ഡോട്ട് വി -2w ചെയ്യുമ്പോൾ എന്ത് വന്നു? വി -2w ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 13 2. അപ്പോൾ 13 × 2 26 - 2 × 2 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22. നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ 2 വെക്റ്റേഴ്സ് ഇൻ u and v in r⁴n such that u dot u equal to 39, u dot v equal to -3, v dot v equal to 79. Evaluate u plus 2v dot 3u plus v. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? u plus 2v dot 3u plus v. അപ്പോൾ എന്ത് കിട്ടി? u. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്? ആദ്യം u dot 3u plus u dot v plus 2v dot 3u plus 2v dot v. ഞാനെന്ത് ചെയ്ത് അങ്ങനെ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ജസ്റ്റ് ഇങ്ങനെ a + b × c + d ചെയ്യില്ലേ? അതേപോലെ അത് ചെയ്തു. ഇനി യു ഡോട്ട് 3u കോൺസ്റ്റൻറ്റിന് ഉണ്ടെങ്കിൽ അതിനടുത്ത് പുറത്തേക്ക് ഇടാം. അപ്പോൾ 3 × u ഡോട്ട് u. യു ഡോട്ട് വി പ്ലസ് അടുത്തതിൽ നോക്കൂ 3 × 2 6. അപ്പോൾ വി ഡോട്ട് യു പ്ലസ് 2 × വി ഡോട്ട് വി എന്ന് കിട്ടി. യു ഡോട്ട് വിയും വി ഡോട്ട് യുവും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം? 7 യു ഡോട്ട് വി പ്ലസ് 2 വി ഡോട്ട് വി. ഫസ്റ്റ് ടേം എന്താ? 3 × യു ഡോട്ട് യു. എല്ലാ ടേംസിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ അടിക്കുക. ഇനി അടുത്തത് നോക്കൂ, സെയിം ഇങ്ങനത്തെ ടൈപ്പ് തന്നെയുള്ളത്. ഫൈൻഡ് യു ഡോട്ട് വി, വി ഡോട്ട് വി, നോം യു സ്ക്വയർ, യു ഡോട്ട് വി ഇൻറ്റു വി, യു ഡോട്ട് 5v. യു ആയിട്ട് 3 4, വി ആയിട്ട് 2 - 3. അപ്പോൾ യു ഡോട്ട് വി ചെയ്യുമ്പോൾ 3 × 2 6 -4 × 3 12 -6. വി ഡോട്ട് വി ചെയ്യുമ്പോൾ 2 - 3 ഡോട്ട് 2 - 3, അതായത് 4 + 9 13.
നോം ഓഫ് യു സ്ക്വയർ നമുക്കറിയാം യു ഡോട്ട് യു ആണ്. 34.34 ചെയ്യുമ്പോൾ 9 + 16 25 എന്ന് കിട്ടി. യു ഡോട്ട് വി ചെയ്തപ്പോൾ -6 ആണ് കിട്ടിയത്. -6 × 2 - 3 ഇത് ചെയ്യുമ്പോൾ എന്താ വന്നത്? -12 18. യു ഡോട്ട് 5v ചെയ്യുമ്പോൾ 5നെ പുറത്തേക്ക് ഇടുക, യു ഡോട്ട് വി ചെയ്യുക. അപ്പോൾ കാരണം നമ്മൾ ഓൾറെഡി യു ഡോട്ട് വി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതെന്താ? -6 × 5 -13. ഇതിലങ്ങനെയല്ല ചെയ്തത്, ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയും ചെയ്യാം, ഇപ്പോൾ ഇതിൽ ചെയ്ത പോലെയും ചെയ്യാം. ഇതിലെന്താ ചെയ്തത്? യു എഴുതി .5 × v ചെയ്തു. ഞാൻ ഓൾറെഡി യു ഡോട്ട് വി കണ്ടുപിടിച്ചിട്ടില്ലേ -6, അത് × 5 ചെയ്താൽ പോരെ. അപ്പോൾ അതേ ടൈപ്പ് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വരണത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. u + v ഡോട്ട് 2u - v when u dot u = 4, u dot v = -5, v dot v = 10. അപ്പോൾ u + v ഡോട്ട് 2u - v ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × u dot u മൈനസ് u dot v പ്ലസ് 2 × v dot u മൈനസ് v dot v. എല്ലാത്തിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ എന്ത് പറയാം? യു ഡോട്ട് വിയും വി ഡോട്ട് യു ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ -u dot v പ്ലസ് 2u dot vനെ നമുക്ക് +u dot v എന്ന് എഴുതാം. അപ്പോൾ എല്ലാ ടേംസും തന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അടുത്തതാണ് കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റി. അപ്പോൾ യുവും വിയും വെക്ടേഴ്സ് ഇൻ r⁻n ആണെങ്കിൽ കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റി ഇങ്ങനെയാണ്. മോഡുലസ് ഓഫ് യു ഡോട്ട് വി <= നോം യു നോം വി. ഇതങ്ങനെ തന്നെയാണ് വരുള്ളൂ എന്ത് ക്വസ്റ്റ്യൻ തന്നാലും. അപ്പോൾ ഇത് കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണില്ല എന്നൊന്നും പറഞ്ഞു വെക്കരുത് കേട്ടോ. വെരിഫൈ കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റി ഫോർ u = 1 - 13, v = 2 0 - 1. അപ്പോൾ യു ഡോട്ട് വി എങ്ങനെ കിട്ടുക? 1 × 2 2 -3 = -1. അപ്പോൾ മോഡുലസ് ഓഫ് യു ഡോട്ട് വി എന്താ? -1ന് മോഡ് എടുക്കുമ്പോൾ 1 കിട്ടും. ഈ നോം യു എങ്ങനെ കാണാം? √1 + 1 + 9 = √11. നോം വി എങ്ങനെ കാണാം? √4 + 1 = √5. √11 × √5 = √55. അപ്പോൾ 1 > √55. അപ്പോൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? മോഡുലസ് ഓഫ് യു ഡോട്ട് വി <= നോം യു നോം വി. കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റി വെരിഫൈ ചെയ്തു. ഇനി ആംഗിളിൻ്റെ ഫോർമുലയാണ് cos θ = u dot v by നോം യു നോം വി. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. യു ആയിട്ട് -4 0 2 -2, v ആയിട്ട് 2 0 -1 1. അപ്പോൾ cos θ = u dot v by നോം യു നോം വി. നോം യു = √16 + 4 + 4 √24 എന്ന് കിട്ടും. നോം വി ആയിട്ട് എന്ത് കിട്ടും? √4 + 1 + 1, അത് √6 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്തു? യു ഡോട്ട് വിയും കൂടി കണ്ടുപിടിക്കണം. അത് -12 ആണ്. അപ്പോൾ -12/√144, അതെന്താ വരിക? -1. കോസിന് എപ്പോഴും -1 വരിക പൈ ആവുന്ന സമയത്താണ് വരിക. ഇത് നമുക്ക് എവിടെ കിട്ടും? കാൽക്കുലേറ്ററിൽ കിട്ടും. അപ്പം നമ്മൾ പറയും ഒന്ന് മറ്റേൻ്റെ സ്കെലാർ മൾട്ടിപ്പിളാണ്. ഇപ്പോൾ അവർ പാരലൽ ആവുമ്പോൾ പിന്നെ അവർ റൈറ്റ് ആംഗിൾ, രണ്ട് വെക്ടേഴ്സ് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ, റൈറ്റ് ആംഗിളിലാണ് മീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതെല്ലാം കോഷി-സ്വാർട്സ് ഇൻഇക്വാളിറ്റിയുടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആംഗിളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ ഡിഗ്രി ആയിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഒന്നുമില്ല, യു ഡോട്ട് വി കണ്ടുപിടിക്കുക, നോം യുവും നോം വിയും കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കൂ, യു ആയിട്ട് 3 1, വി ആയിട്ട് -2 4. യു ഡോട്ട് വി ചെയ്യുമ്പോൾ 3 1 ഡോട്ട് -2 4. 3 × -2 -6 പ്ലസ് 1 ഡോട്ട് 4 + 4. അപ്പോൾ -2 എന്ന് കിട്ടി. നോം യു എന്ന് പറയുമ്പോൾ √9 + 1 = √10. നോം വി എന്ന് പറയുമ്പോൾ √4 + 16 = √20. അപ്പോൾ cos θ = u ഡോട്ട് വി നമുക്ക് -2 ഡിവൈഡഡ് ബൈ √20. θ = cos ഇൻവേഴ്സ് -2/√20 റേഡിയൽ
റേഡിയനോ ഡിഗ്രിയിലോ എന്താ വെച്ചാൽ ചെയ്യുക. അതെന്താ ചെയ്തേക്കണേന്ന് ഇട്ട് കൊടുക്കുക. u ഈക്വൽ ടു കോസ് പൈ ബൈ 6 സൈൻ പൈ ബൈ 6, v ഈക്വൽ ടു കോസ് 3 പൈ ബൈ 4 സൈൻ 3 പൈ ബൈ 4. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു യു ഡോട്ട് വി ബൈ നോം യു നോം വി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് അറിയാമല്ലോ, അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഇതിലെങ്ങനെ ചെയ്തേക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. യു ഡോട്ട് വി സാധാ പോലെ കണ്ടു. അപ്പോൾ എന്ത് കിട്ടി? കോസ് പൈ ബൈ 6 കോസ് 3 പൈ ബൈ 4 പ്ലസ് സൈൻ പൈ ബൈ 6 സൈൻ 3 പൈ ബൈ 4. ഇത് നമുക്ക് എന്ത് ഫോം, ഏത് ട്രിഗണോമെട്രിയാണ് യൂസ് ചെയ്തേക്കണ? കോസ് എ മൈനസ് ബി. അതാണ് ഇവിടെ എഴുതിയേക്കണ. കോസ് എ മൈനസ് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് എ പ്ലസ് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ആണെങ്കിൽ സൈൻ എ സൈൻ ബി പ്ലസ് സൈൻ എ പ്ലസ് ബി ആണെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതിൽ തിരിച്ചെഴുതിയേക്കണേ അതും ശരിയാണ് ഇതും ശരിയാണ്. സൈൻ എ മൈനസ് ബി ആണെങ്കിൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അതെന്താ? കോസ് എ മൈനസ് ബി ആണ്. കോസ് പൈ ബൈ 6 മൈനസ് 3 പൈ ബൈ 4. അതെന്താ കിട്ടുക? കോസ് ഓഫ് മൈനസ് 7 പൈ ബൈ 12 കിട്ടും. ഈ നോമിയോ എങ്ങനെ കാണുക? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പ്ലസ് പൈ ബൈ 6 പ്ലസ് സൈൻ സ്ക്വയർ പ്ലസ് പൈ ബൈ 6. ഇത് ചെയ്യുമ്പോൾ 1 വരും. നോമ് വി കാണുമ്പോൾ കോസ് സ്ക്വയർ 3 പൈ ബൈ 4 പ്ലസ് സൈൻ സ്ക്വയർ 3 പൈ ബൈ 4 ഈക്വൽ ടു 1. കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? കോസ് ഓഫ് 7 പൈ ബൈ 12 കിട്ടും. ഈ കോസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7 പൈ ബൈ 12 കിട്ടും. അപ്പോൾ തീറ്റ കോസ് ഇൻവേഴ്സും കോസും വെട്ടിക്കളഞ്ഞ് 7 പൈ ബൈ 12 നമുക്ക് കിട്ടും. ഇതെല്ലാം എന്താണ്? നമ്മൾ കണ്ട ടൈപ്പ് സംഭവമാണ്. ഡിറ്റർമിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. യു ഡോട്ട് വി 0 ആണെങ്കിൽ അവർ ഓർത്തോഗണലാണ്, അതായത് അവർ പാരലലാണെന്ന് അർത്ഥം. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. യു ഈക്വൽ ടു 218 വി ഈക്വൽ ടു 3/2 മൈനസ് 1/6. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് 0 കിട്ടും. അപ്പോൾ യു ആൻഡ് വി ആർ ഓർത്തോഗണൽ എന്ന് വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യു ഈക്വൽ ടു മൈനസ് 1/3 2/3 വി ഈക്വൽ ടു 2 മൈനസ് 4. അപ്പോൾ യു ഡോട്ട് വി ചെയ്തപ്പോൾ എന്ത് കിട്ടി? മൈനസ് 2/3. ഇതെങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റണം? ഇതിൻ്റെ മൾട്ടിപ്പിളാണ് മറ്റേത് അല്ലേ? ഈ മൈനസ് 1/3 2/3 ഇൻറ്റു എത്ര ചെയ്താലാണ് നമുക്ക് 2 കിട്ടുക? 6 ഇൻറ്റു ചെയ്ത് നോക്കൂ. അപ്പോൾ 6 യു ആണെന്ത്? മൈനസ് 6 യു ആണ് വി കിടക്കണത്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് അതെന്താണ്? പാരലലായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 0 1 0 വി ഈക്വൽ ടു 1 മൈനസ് 2 0. ഇവർ പാരലലാണോ? അല്ല. കാരണം 0 1 0ൻ്റെ മൾട്ടിപ്പിളൊന്നുമല്ല 1 മൈനസ് 2 0. 0 1 0ൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ നിൽക്കുക? 0 1.50 മൾട്ടിപ്പിളാന്ന് പറയായിരുന്നു. കാരണം ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതേപോലെ കിട്ടും. അല്ലെങ്കിൽ 0 2 0 ഒക്കെ മൾട്ടിപ്പിൾ 0 ആണ്. പക്ഷേ ഇവിടെ എന്താ കിട്ടിയേക്കണേ? ഇവർ പാരലലും അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ -2 ആണ് വന്നത്. ഇവർ ഓർത്തോഗണലും അല്ല. അതാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇനി നെക്സ്റ്റ് യു ഈക്വൽ ടു -2 5 1 0 വി ഈക്വൽ ടു 1/4 മൈനസ് 5/4 0 1. അപ്പോൾ യു ഡോട്ട് വി ചെയ്തപ്പോൾ എന്ത് കിട്ടി? -2/4 മൈനസ് 25/4. അതൊരിക്കലും 0 അല്ല. അപ്പോൾ അവരെന്തല്ല? അവർ ഓർത്തോഗണും അല്ല, അവർ പാരലലും അല്ല. കാരണം എങ്ങനെയാ ഈ സംഭവം? നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും യു ഈക്വൽ ടു ഏതെങ്കിലും മൾട്ടിപ്പിൾ ഇൻറ്റു വി എന്നൊന്നും എഴുതാൻ പറ്റില്ല. ആ 1 0 0 1 കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം.